ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ മലേഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ബ്രാഞ്ചിലാണ്. അപ്പം നമുക്ക് ഇന്നിവിടെ ഒരു വിസിറ്റർ ഉണ്ട്. നമ്മുടെ ഇവിടെ 2022-2023 പഠിച്ചിട്ട് നിലവിൽ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സനു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സനുവിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനും അതേപോലെ തന്നെ നമുക്ക് സാധാരണ 20 വയസ്സിന് മുകളിൽ എൻക്വയറി ഒക്കെ വരുമ്പോഴത്തേക്കും അവർ പറയാറുള്ള ഒരു ചോദ്യമാണ്, ഇനിയിപ്പോൾ പ്രായത്തിലൊക്കെ പഠിക്കാൻ പറ്റുമോ, ഈ പ്രായത്തിൽ ഇപ്പോൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് സനുവിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സനു, എന്നാണ് വിശേഷങ്ങളൊക്കെ? അന്ന് വർക്കൊക്കെ എങ്ങനെ പോകുന്നു? വർക്കൊക്കെ നന്നായിട്ട് പോകുന്നു അല്ലേ? സനു എത്രാമത്തെ വയസ്സിലാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്? 23-ാമത്തെ വയസ്സിലാണ് അല്ലേ? അപ്പൊ ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? +2 കഴിഞ്ഞിട്ട് IT-ക്ക് പോയായിരുന്നു. IT ഏത് IT അല്ലേ പഠിച്ചത്? IT ഇവിടെ ചെന്നീർക്കര. ഏതാ ട്രേഡ് ഏതായിരുന്നു? COP എന്ന് പറയും, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് അല്ലേ? അപ്പോൾ COP കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം അത് പാസ് ഔട്ടായി. പിന്നെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. അതിനുശേഷം ജോലി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ആ ടൈമിൽ ഫ്രീ ആയിട്ടിരിക്കുവായിരുന്നു. അപ്പോൾ ആഫ്റ്റർ ഫ്രീ ആയിട്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ തോന്നി. പിന്നെ ഡയറക്റ്റ് ജോലിക്ക് കയറാൻ. എവിടെ ജോലി ചെയ്ത്? അത് എറണാകുളത്ത്. ഏത് കമ്പനിയിൽ? കിറ്റെക്സ് എന്ന് പറയും. അതായത് +2 കഴിഞ്ഞതിന് ശേഷം പഠിച്ച ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടല്ല ജോലിക്ക് പോയത്. അപ്പൊ അവിടെ എത്ര നാൾ വർക്ക് ചെയ്തു? അവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്തു. കംപ്ലീറ്റ് 5 വർഷം വർക്ക് ചെയ്തു. ഒരു മേഖലയിൽ 5 വർഷം വർക്ക് ചെയ്തു. പിന്നെന്താ 5 വർഷം വർക്ക് ചെയ്ത ഒരു മേഖല വിട്ടിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാൻ കാരണം എന്താ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമുക്കൊരു തൊഴിലായിട്ട് പഠിക്കാൻ പറ്റത്തില്ല ഒരിക്കലും അവിടെ. പക്ഷെ എനിക്ക് എന്തെങ്കിലും തൊഴിൽ പഠിക്കണമെന്ന് തോന്നി. ആ ടൈമിലാണ് ഈ സ്ഥാപനത്തെ പറ്റി അറിയുന്നത്. ഇൻസ്റ്റയിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സ്ഥാപനത്തെ പറ്റി അറിയുന്നത്. അപ്പോൾ തന്നെ ഇവിടെ കോൺടാക്ട് ചെയ്ത് അത് അന്ന് തന്നെ റിപ്ലൈ തന്നിട്ടുണ്ട്. എല്ലാം തന്നെ. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തു, പഠിച്ചു അല്ലേ? അപ്പോൾ ഈ പ്രായത്തിൽ വന്നിട്ട് പഠിക്കാൻ പറ്റുന്ന അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇവിടെ പഠിപ്പിച്ചത്? അത് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ പഠിപ്പിച്ചത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും ചോദിച്ചാൽ അപ്പോൾ തന്നെ റിപ്ലൈ ക്ലിയർ ചെയ്ത്. അപ്പം ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ശേഷം ഇവിടുന്ന് എങ്ങോട്ടാണ് പോയത്? ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ കൊച്ചിയിലോട്ട് പോയത്. ആപ്പിളിന്റെ സർവീസ് സെന്റർ, എക്സ്ക്ലൂസീവ് ആപ്പിൾ സർവീസ് സെന്റർ. അവിടെ നിന്ന് ഈ സ്ഥാപനത്തിൽ നമ്മൾ അങ്ങോട്ട് ഇന്റർവ്യൂവിന് വിട്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് പാസ് ഔട്ട് ആയതിനു ശേഷം ഇപ്പൊ അവിടെ തന്നെ ജോലി ചെയ്തു. വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പം ഈ സമയത്ത് ഈ കാലയളവിൽ സാധാരണ നമ്മൾ ഈ മൊബൈൽ മേഖലയിൽ ഉള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വിടുന്ന കുട്ടികളുടെ ഈ സ്റ്റൈഫൻഡിൽ നിന്നോ ശമ്പളത്തിൽ നിന്നോ ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ബാക്കി പൈസ കൊടുക്കാറുള്ളത്. ഇപ്പൊ പൂർണ്ണമായിട്ടും അവിടുന്ന് കിട്ടുന്ന പൈസ ആർക്കാ കിട്ടുന്നത്? ഇവിടെ സ്ഥാപനത്തിലോട്ടൊന്നും അല്ല, നിങ്ങൾക്ക് തന്നെ കിട്ടുന്നത്. അപ്പൊ ഇനിയിപ്പം എന്താണ് പ്ലാൻ? മുന്നോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? കുറച്ചും കൂടി എക്സ്പീരിയൻസ് കൂട്ടണം, എന്നിട്ട് വെളിയിലോട്ട് പോകും, പുറത്തോട്ട് പോകും. കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം പുറത്തോട്ട് നോക്കുന്നുള്ളൂ അല്ലേ? ഇപ്പൊ ആപ്പിളിന്റെ എക്സ്ക്ലൂസീവ് എല്ലാ വർക്കുകളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലേ? പുറത്തോട്ട് പോകാനുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പം അതായത് ഒരു +2 ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരോട് സനുവിന് പറയാനായിട്ടുള്ള എന്താണ്? സനുവിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. +2 കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ള, നമ്മളിപ്പോ ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അവർ തന്നെ തോന്നിയിട്ട് ഇങ്ങോട്ട് വരുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇപ്പൊ ഒരു 18 ഏജിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3 വർഷം 4 വർഷം നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആവും. നമ്മൾ ചോദിക്കുന്ന സാധ്യത കിട്ടും. അതാണ് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഫീൽഡാണ്. എങ്ങനെയാണ് +2 കഴിയുന്ന ഒരാളോട് പറയാൻ പറ്റുന്ന ഒരു ഉപദേശം അതാണ്. പണ്ടത്തെ സനു അല്ല, ഇപ്പം ഒരുപാട് മാറി അല്ലേ? മുടിയൊക്കെ സെറ്റായി അടിപൊളിയായി. ഓക്കെ, അപ്പം മുന്നോട്ട് നല്ല രീതി ജീവിതം അടിപൊളിയായിട്ട് പോകട്ടെ. അപ്പം അച്ഛനെ അമ്മയൊക്കെ തിരക്കിയതായിട്ട് പറയുക, ചേച്ചിയും തിരക്കിയതായിട്ട് പറയുക. ഓൾ ദി ബെസ്റ്റ്.